എന്ത് കൺസേൺസ്? അതായത് ഉണ്ടെങ്കിൽ പാർട്ടി ചർച്ച ചെയ്യുന്നേ, പാർട്ടി ചർച്ച ചെയ്യും. ഇവിടെ ഇപ്പം ആ ഒരു തോൽവി ഉണ്ടായതിൻ്റെ അകത്ത് സംഘടനാ രംഗത്തുള്ള പല പാളിച്ചയുണ്ട്. ആ പാളിച്ചയെക്കുറിച്ച് ഞങ്ങൾ അന്വേഷണം നടത്തുന്നുണ്ട്. അന്വേഷണം നടത്തി അതിൻ്റെ പുറത്ത് നടപടി ഉണ്ടാകും. അതൊന്നും നിങ്ങൾ പരിശോധിക്കേണ്ട കാര്യമല്ല, നമ്മൾ ഉത്തരവാദിത്വമല്ലേ? അദ്ദേഹത്തിൻ്റെ വികാരം പറഞ്ഞു, അത് സ്വാഭാവികമാണ്. അതൊക്കെ ഉൾക്കൊള്ളാനുള്ള മനസ്സൊക്കെ നമുക്കുണ്ട്. നമ്മൾ പറയുന്നത് മനസ്സിലാക്കാനുള്ള കരുത്ത് അദ്ദേഹത്തിനുണ്ട്. അതൊരു വലിയ പ്രശ്നമായിട്ട് ഞങ്ങൾ കാണുന്നില്ല. അതൊരു ചെറിയ കാര്യം. ഇപ്പം പിന്തിരിഞ്ഞ് നിന്നിട്ടുണ്ട്. അങ്ങ് ചുമരോടായുള്ളത് ബാബാ ബാബാ ഒരു മണ്ടൻ തീരുമാനമായിട്ടില്ല. തീരുമാനമൊക്കെ തീരുമാനം കോഴിക്കോട്ട് കെ മുരളീധരനെ കണ്ട ശേഷം പുറത്തേക്ക് വന്ന കെ സുധാകരനാണ് ഇപ്പോൾ മാധ്യമങ്ങളെ കണ്ടത്. അദ്ദേഹത്തിൻ്റെ കെ മുരളീധരൻ്റെ ആ പ്രതികരണം, ആ വൈകാരികമായ പ്രതികരണം, അത് പാർട്ടിക്ക് ഉൾക്കൊള്ളാവുന്നതേ ഉള്ളൂ. പാർട്ടി നേതൃത്വം പറയുന്നത് അദ്ദേഹത്തിനും മനസ്സിലാകും എന്ന് തന്നെയാണ് പറഞ്ഞത്. ഇതെല്ലാം തൃശ്ശൂരിലെ പരാജയത്തെ സംബന്ധിച്ച് വോട്ട് ബി.ജെ.പിക്ക് പോയത്, കോൺഗ്രസ് വോട്ടുകൾ ബി.ജെ.പിയിലേക്ക് പോയതടക്കമുള്ള പ്രശ്നങ്ങൾ, അതിന് പിന്നിൽ കോൺഗ്രസിൽ തന്നെ ആരുടെയൊക്കെ പങ്കാളിത്തമാണ് ഇതുമായി ബന്ധപ്പെട്ടുണ്ടായത് എന്നതടക്കമുള്ള കാര്യങ്ങൾ വിശദമായി പരിശോധിക്കും. അതിനനുസരിച്ച് നടപടി കൂടി ഉണ്ടാകും എന്നാണ് ഇപ്പോൾ കെ സുധാകരൻ കോഴിക്കോട്ട് കെ മുരളീധരനെ ചെന്ന് കണ്ട ശേഷം സംസാരിച്ചപ്പോൾ പറഞ്ഞത്. ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് മാധ്യമപ്രവർത്തകരുടെ ഭാഗത്തു നിന്നും ചോദ്യമായി ഉയർന്നത്. ഏറ്റവും ഒടുവിൽ ഉയർന്നു വന്ന ഒരു ചോദ്യം, ഇങ്ങനെ കുരുതി കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് നിന്നുകൊടുക്കാൻ പാടില്ലായിരുന്നു, ബലിയാടാകുന്നതിന് വേണ്ടി നിന്നുകൊടുക്കാൻ പാടില്ലായിരുന്നു എന്ന് കെ മുരളീധരൻ കഴിഞ്ഞ ദിവസം വാർത്താസമ്മേളനത്തിൽ പറയുകയുണ്ടായിരുന്നു. അതുകൊണ്ട് ആ രീതിയിലൊക്കെയുള്ള ചോദ്യങ്ങൾ വന്നുവെങ്കിലും അതേക്കുറിച്ച് പ്രതികരിക്കാൻ കെ മുരളീധരൻ അങ്ങനെ പറഞ്ഞതിനെക്കുറിച്ച് പ്രതികരിക്കാൻ സുധാകരൻ തയ്യാറായതുമില്ല. ജോഷില ഇപ്പോൾ അവിടെ നിന്ന് ചേരുന്നുണ്ട്. ജോഷില, കെ മുരളീധരൻ്റെ വസതിയിൽ സുധാകരൻ എത്തുകയും ഏറെ നേരം അവിടെ ചെലവഴിച്ച് ഇരുവരും തമ്മിൽ സംസാരിച്ച ശേഷമാണ് ഇപ്പോൾ നമ്മൾ കണ്ടതുപോലെ മാധ്യമങ്ങളോട് സംസാരിച്ചത്. എന്തൊക്കെയാണ് പ്രധാനമായും മുരളീധരനെ ആശ്വസിപ്പിക്കാൻ വേണ്ടി സുധാകരൻ പറഞ്ഞത്? അദ്ദേഹത്തെ ഈ ഒരു സാഹചര്യത്തിലാണ് കാണാൻ വന്നത് എന്നുള്ള കാര്യം കെ സുധാകരൻ സമ്മതിക്കുന്നുണ്ട്. എന്നാൽ എന്തൊക്കെ ഓഫറുകളാണ് വെച്ചത് എന്നുള്ളത് മാധ്യമപ്രവർത്തകർക്ക് മുന്നിൽ പറയാൻ ആവുകയില്ല എന്നുള്ളത് തന്നെയാണ് അദ്ദേഹം ഇപ്പോൾ മാധ്യമപ്രവർത്തകരോട് പങ്കുവെച്ചത്. എന്തായാലും കെ സുധാകരൻ മുരളീധരനുമായി കൂടിക്കാഴ്ച നടത്തിയിരിക്കുന്നു. അദ്ദേഹം പറഞ്ഞത് കെ മുരളീധരൻ തിരിച്ചു വരും എന്നുള്ളത് തന്നെയാണ്. പൊതുപ്രവർത്തന രംഗത്തേക്ക് തിരിച്ചു വരും, സംസാരിച്ചിരുന്നു, അദ്ദേഹത്തിന് പറയാനുള്ളതെല്ലാം കേട്ടിരുന്നു എന്നുള്ളതാണ്. എന്നാൽ പോലും എന്താണ് ഓഫർ എന്നുള്ള കാര്യം മാധ്യമപ്രവർത്തകർക്ക് മുമ്പിൽ വെളിപ്പെടുത്താനാവില്ല എന്നുള്ളത് തന്നെയാണ് കെ സുധാകരൻ ഇപ്പോൾ പറഞ്ഞു വെച്ചിരിക്കുന്നത്. എന്നുവെച്ചാൽ ഇപ്പോൾ മുരളീധരൻ്റെ തീരുമാനം ഇനി മത്സരരംഗത്തേക്കില്ല, അതുപോലെ തന്നെ പൊതുരംഗത്ത് നിന്നും വിട്ടുനിൽക്കാൻ പോകുന്നു എന്നാണ് കഴിഞ്ഞ ദിവസം പറഞ്ഞു വെച്ചത്. ആ തീരുമാനത്തിൽ നിന്ന് കെ സുധാകരൻ്റെ വരവോടെ മുരളീധരനുമായി സംസാരിച്ചതോടെ ഒരു മാറ്റമുണ്ടായി എന്ന് കരുതാനാവുമോ? അങ്ങനെ എന്തെങ്കിലും സൂചനയുണ്ടോ? അങ്ങനെ ഒരു മാറ്റം ഉണ്ടായി എന്നുള്ളതാണ് കെ സുധാകരൻ ഇപ്പോൾ പറഞ്ഞു വെച്ചത്. അദ്ദേഹം പറഞ്ഞത് കെ മുരളീധരൻ ഉടൻ തന്നെ തിരിച്ചു വരും, അതായത് പൊതുരംഗത്തേക്ക് തിരിച്ചു വരും എന്നുള്ളതാണ്. എന്നാൽ തിരിച്ചു വരുമോ എന്നുള്ള നേരെ നിന്നിരുന്നു, അതായത് നേരത്തെ വരുമോ, നിങ്ങളുടെ കൂടെ തന്നെ എല്ലാ പ്രശ്നങ്ങളും അവസാനിപ്പിച്ചുകൊണ്ട് വരുമോ എന്ന് പറഞ്ഞപ്പോൾ തിരിഞ്ഞു നിൽക്കുകയാണ് എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞത്. എന്നാൽ പോലും പൊതുരംഗത്തേക്ക് വരും എന്നുള്ളത് തന്നെയാണ് വ്യക്തമാക്കിയിരിക്കുന്നത്. ഓഫറുകൾ ഉണ്ടായിരുന്നോ എന്നുള്ള ചോദ്യത്തിന് ഓഫറുകൾ നിങ്ങളോട് പറയാൻ സാധിക്കില്ല, മാധ്യമപ്രവർത്തകരോട് പറയാൻ സാധിക്കില്ല, ഞങ്ങൾ തമ്മിൽ പല കാര്യങ്ങളും ചർച്ച ചെയ്യും, അതൊന്നും മാധ്യമപ്രവർത്തകരോട് പറയാൻ സാധിക്കില്ല എന്നുള്ളതാണ് ഇപ്പോൾ കെ സുധാകരൻ. ഒരു കാര്യം കൂടി, കോഴിക്കോട്ടെ കെ മുരളീധരന്റെ വസതിയിൽ വെച്ചല്ലേ ഇപ്പോൾ മാധ്യമങ്ങൾ സുധാകരനെ കണ്ടത്? ആ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം KPCC പ്രസിഡന്റാണ് കെ സുധാകരൻ. അദ്ദേഹത്തെ യാത്രയാക്കാൻ മുരളീധരൻ പുറത്തേക്ക് വന്നോ? ഇരുവരും ഒന്നിച്ച് മാധ്യമങ്ങളെ കാണുന്നൊരു സാഹചര്യം ഉണ്ടായോ? ഞാൻ കാണുമ്പോൾ സ്ക്രീനിൽ അല്ലെങ്കിൽ ഫ്രെയിമിൽ കെ സുധാകരൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അത്തരമൊരു സാഹചര്യവും കെ മുരളീധരൻ ഒഴിവാക്കുകയായിരുന്നു. അദ്ദേഹം പുറത്തേക്ക് വന്നോ? സുധാകരനൊപ്പം പുറത്തേക്ക് വന്നോ? അതോ
സുധാകരൻ ഒറ്റയ്ക്കാണോ വന്നത്? ഏതെങ്കിലും തരത്തിൽ മാധ്യമങ്ങളെ കാണാൻ മുരളീധരൻ തയ്യാറായിട്ടുണ്ടോ? മുരളീധരൻ ഇതുവരെ മാധ്യമങ്ങളെ കാണാൻ തയ്യാറായിട്ടില്ല. അദ്ദേഹം ഒറ്റയ്ക്കാണ്, കെ സുധാകരൻ ഒറ്റയ്ക്കാണ് പുറത്തേക്ക് വന്നത്. അനുനയ ചർച്ചയ്ക്ക് ശേഷം എന്ന് വേണമെങ്കിൽ പറയാം. എന്നാൽ അനുനയം നടന്നോ എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും മാധ്യമപ്രവർത്തകർക്ക് കൃത്യമായി മറുപടി പറയാൻ സാധിക്കില്ല. എന്നാൽ സുധാകരൻ ഞങ്ങളോട് പങ്കുവെച്ച കാര്യം എല്ലാ പ്രശ്നവും തീർന്നു എന്നുള്ള രീതിയിൽ തന്നെയാണ്. സ്വാഭാവികമായും ഇത്തരം ഒരു തോൽവിയുണ്ടായ ആളെ വന്ന് കാണും. അതിൽ വലിയ മറ്റ് പ്രശ്നങ്ങളൊന്നുമില്ല. പറയാനുള്ളതെല്ലാം പറഞ്ഞു തീർത്തിട്ടുണ്ട് എന്നുള്ളതാണ്. എന്നാൽ അദ്ദേഹം പുറത്തേക്ക് വരുമോ എന്ന് ചോദിച്ചപ്പോൾ പുറംതിരിഞ്ഞു നിൽക്കുകയാണ് എന്നുള്ള ഒരു ധ്വനി അദ്ദേഹത്തിന്റെ വാക്കുകളുണ്ടായിരുന്നു. അത് ഇദ്ദേഹത്തിന്റെ വാക്കുകളോടാണോ പുറംതിരിഞ്ഞു നിൽക്കുന്നത് അതോ പരിഹാസ രൂപത്തിൽ പറഞ്ഞതാണോ എന്നുള്ള കാര്യം വ്യക്തമല്ല. ശരത്. റൈറ്റ്. ഏതായാലും ഇപ്പോൾ ജോഷില സൂചിപ്പിച്ചതുപോലെ കെ മുരളീധരനെ കാണാൻ സുധാകരൻ കോഴിക്കോട്ടെത്തി, വീട്ടിലെത്തി കണ്ട് കാര്യങ്ങൾ സംസാരിച്ചു എന്നൊക്കെയാണ് വരുന്ന വിവരങ്ങൾ. ഒരു കാര്യം സുധാകരൻ പറഞ്ഞത് ഇതേക്കുറിച്ച് അന്വേഷിക്കും എന്നാണ്. സ്വാഭാവികമായും മുരളീധരന് കൊടുത്ത ഉറപ്പും അതുതന്നെയാവും. വളരെ ഗൗരവത്തിൽ ഉന്നയിച്ച ആരോപണങ്ങൾ പരിശോധിക്കാം, പരാതികൾ പരിശോധിക്കാം, അതിനനുസരിച്ച് നടപടികൾ എടുക്കാം എന്നുള്ള ഉറപ്പാവണം കെ മുരളീധരന് സുധാകരൻ നൽകിയിട്ടുണ്ടാവുക. എന്നാൽ സുധാകരന് യാത്രയാക്കാൻ വേണ്ടി പോലും പുറത്തേക്ക് വരാൻ മുരളീധരൻ തയ്യാറായില്ല. ഇരുവരും ഒന്നിച്ചു മാധ്യമങ്ങളെ കാണുന്ന സാഹചര്യവും മുരളീധരൻ ഒഴിവാക്കുകയുണ്ടായി. അദ്ദേഹത്തിൻ്റെ വികാരത്തെ, പരസ്യ പരാതികളെ, പ്രതിഷേധത്തെയൊക്കെ മാനിക്കുന്നു എന്ന് പറഞ്ഞാണ് ഇപ്പോൾ അവിടെ നിന്ന് സുധാകരൻ പോവുകയും ചെയ്തത്.